ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ വന്നേക്കെന്ന് വെച്ചാൽ ഗ്രാനി 1 ആയിട്ടാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഈ വട്ടം നമ്മൾ എന്തെങ്കിലും കളി ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഡേ 1 വരാൻ പോകുന്നു ഗൈസ്. ഡേ 1 ആയി ഗൈസ്. ആദ്യത്തെ ദിവസമാണ് ഗൈസ് ഇത്. നമുക്ക് നേരെ നമുക്ക് ഇവിടുന്ന് മലയോടെ ഇറങ്ങി നമുക്ക് ഇവിടെ മൊത്തം സാധനങ്ങൾ തപ്പാനുള്ളതാണ്. ഇവിടെ മൊത്തം നമുക്ക് ഇവിടെ കിടന്നെല്ലാം കിടന്ന് തപ്പാം. അതിൽ വേറെ ഒന്നും ശരിയാവില്ല ഗൈസ്. നമുക്കിവിടെ മൊത്തം തപ്പണം. അതിവിടെ വെളിയിൽ ഇറങ്ങാം. അതിവിടെ എല്ലാം കിട്ടുമോ നോക്കണം. അതാണ് നമ്മളെ ലക്ഷ്യം. നമ്മൾ ഇവിടെ കറങ്ങി പോയിട്ട് നമ്മളിവിടെ നോക്കാം, ഇവിടെ എന്താ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ നമ്മുടെ പെട്രോൾ കൊണ്ട് ഇത് ഗ്യാസിലോ അതെന്താ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് പിന്നെ നമുക്ക് വേറെ കളി ഒപ്പിക്കുന്നുണ്ട് ഗൈസ്. കുറേ സാധനങ്ങൾ നമുക്ക് വേണം. ഇവിടെ എല്ലാം കിട്ടുമോ നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും കിട്ടത്തില്ല ഗൈസ്. നമുക്ക് ഇതിൽ നിന്ന് വെളിയിറങ്ങി നോക്കാം. വെളിയും കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ നോക്കി എവിടെയില്ല. നമുക്ക് ആ വഴിയും കയറി ഇവിടെ മൊത്തം നമുക്ക് താഴോട്ടിറങ്ങിയൊക്കെ നോക്കാം. അവിടെ എല്ലാം കിട്ടിയതാണ്. എന്നിട്ട് അവിടെ മൊത്തം നമുക്ക് നോക്കാം. നോക്കട്ടെ, ഇവിടെ നമുക്കിത് തുറന്ന് നോക്കാം. ഇതുപോലെ കിട്ടിയതാണ് ഗൈസ്. വെപ്പങ്കി കിട്ടി ഗൈസ്. വെപ്പങ്കി ഇത് മതി, നമുക്ക് വെപ്പങ്കി മതി ഗൈസ്. നമുക്ക് ഇത് തുറക്കാൻ നമുക്ക് പാഡ് ലോക്കിയാണ് വേണ്ടുള്ളത്. അടുത്ത ഇവിടെ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇല്ല, അത് നമുക്ക് മതി. നമുക്ക് എന്തായാലും ഗ്രാനി ഇപ്പം വരും. ഇവിടെ നമുക്ക് ഗ്രാനി നോക്കാം. ഗ്രാനി തുറക്കടക്കുമ്പോൾ വരും. വന്ന് ഗൈസ്. നമുക്ക് ഗ്രാനി നമുക്കിന്ന് പറ്റിക്കാം. ഇന്നോ വെള്ളിയാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ വ്യാഴാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച ആവട്ടെ, എന്നെ പിടിക്കാൻ ഇപ്പോഴൊന്നും ആക്കൂല. കിളവിയായതുകൊണ്ട് വയസ്സായതുകൊണ്ട് ഇപ്പോഴൊന്നും ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഇവിടെ പോയിട്ട് നമുക്ക് പോയി വെപ്പങ്കി തോക്കെടുക്കാം. നമ്മൾ ഗ്രാനി ഇവിടെ ഉണ്ട്. ഗ്രാനി നമ്മൾ പറ്റിച്ച് ഗൈസ്. നമുക്കിനി ഇവിടുന്ന് നമുക്ക് വെപ്പങ്കി ഇട്ട് ഗ്രാമമ്മയ്ക്ക് നമുക്ക് കുറച്ച് പണി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രാനിക്ക് നമ്മൾ ഒരു മുട്ടപ്പത്തിരിയും മേടിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് ഇതച്ച് ഒരു മുട്ടപ്പത്തിരി ബീഫും മേടിച്ചെടുക്കാം. എന്നാലേ വയറ് തന്നെ അവിടെ കടന്നുറങ്ങത്തോളൂ. 2 മിനിറ്റത്തേക്ക് അവിടെ കടന്നുറങ്ങിക്കോളും. നമുക്ക് പിന്നെ സീനില്ല. നമുക്കവിടെ എല്ലാം നമുക്ക് തപ്പി നമുക്ക് എല്ലാം എടുക്കാം. നമ്മൾ ഗ്രാനി വെടുത്താണ്. ഗ്രാനി വെടുത്താണ്. ഗ്രാനി വന്ന് കൈസ്. നമ്മൾ വെടി തലക്ക് തലക്കൊണ്ടില്ല. ഓക്കെ, രണ്ടാമത്തെ വിളിച്ചെടുക്കാം. നമുക്ക് അടുത്ത ബുള്ളറ്റ് എടുത്ത് നമുക്ക് നമ്മളിവിടെ മൊത്തം കാണാൻ തപ്പാം. നമുക്ക് ഇവിടെ ഒന്നുമില്ല. അടുത്ത സ്ഥലം ഇവിടെ കാണുമോ അല്ലയോ നമുക്കറിയില്ല. നമുക്കിവിടെ മൊത്തം തപ്പാം. ഇവിടെയും ഇല്ല. നമുക്കിനി ഇവിടെ ഗ്രാനിയില്ല. ഗ്രാനിയമ്മയെ നമ്മൾ ഉറക്കിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ മൊത്തം തപ്പാം. ഇവിടെ ഒന്നുമില്ല. അടുത്ത നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്ക്രൂ ഡ്രൈവ് എടുക്കണം. സൈഡിലൂടെ എടുക്കാം. അത്ര ഉള്ളു ഗൈസ്. അത് വീണ്ടിരിക്കുന്നത് ഗൈസ്. നമുക്കിനി ഇത് സ്ക്രൂ ഡ്രൈവ് എടുത്ത് ഓടാം. ഇനി വേറെ വഴിയില്ല. നമ്മൾ ഓടാനുള്ള പരിപാടിയാണ്. നമുക്കിനി താഴോട്ട് പോവാം. താഴോട്ട് സ്ക്രൂ ഡ്രൈവ് തുറന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പാഡ് ലോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടുമോ നോക്കണം. അതുപോലെ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ പാഡ് ലോക്കിയാണ് കിട്ടുന്നത് ഗൈസ്. നമ്മൾ നോക്കാം. ഗൈസ്, പാഡ് ലോക്കി കിട്ടി ഗൈസ്. നമുക്കിനി നേരെ കാറിൻ്റെ സ്ഥലത്തോട്ട് പോകണം. മണ്ടേ പോകണം. കാറിൻ്റെ സ്ഥലത്ത് പോകാം. അവിടെ പോയിട്ട് നമുക്ക് അടുത്ത ഗേറ്റ് തുറന്ന് നോക്കാം. ഏത് എസ്കേപ്പ് വേണമെന്ന് എനിക്കൂടെ അറിയത്തില്ല ഗൈസ്. നമ്മൾ കിട്ടുന്ന വെച്ചാൽ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് അടുത്തത് ഏത് എസ്കേപ്പാ അത് ചെയ്യുന്നതായിരിക്കും. ഇതെന്താ തുറക്കാത്ത ഗൈസ്? ഇത് തുറക്കാക്കുന്നില്ലല്ലോ. ഇതെന്ത് ചെയ്യും? അതാണ് ഷട്ടർ താഴെ ഇതുണ്ട്. ഈ ഗ്രാനി ഇവിടെയാണ് ഇപ്പോൾ ഗ്രാനി ഇരുന്നത്. ഗ്രാനി സൗണ്ടിട്ട് ഗ്രാനി വരുമോ? അല്ലെങ്കിൽ വന്നിലേക്ക് നമ്മൾ വെടുത്തും ഗ്രാനിയെ നമുക്ക് വരുത്താം. ഇതൊക്കെ എടുത്ത് തറയിട്ട് വെക്കാം. ഇതൊക്കെ നല്ല സൗണ്ട് ആയിട്ടൊക്കെ വരണ്ടേ. ഗ്രാനി വരട്ടെ. വാടേ കളവി. എന്താ ചെവി കെട്ടൂടി കളവിക്ക്? കളവി ചെവി കെട്ടൂടി. ചെവിയേക്കാൻ വയ്യാന്ന് തോന്നുന്നു. ഇത് എത്ര ആയിട്ടാ പറയണം. നമ്മൾ കാര്യം ചെയ്തന്നില്ലേ കളവിയെ?
കിളവി നമ്മൾ ബോധം കെടുത്തിട്ട് 2 മിനിറ്റ് കഴിയാറായല്ലോ. ഗൈസ് ഇപ്പം വരും, ഗൈസ് ഇപ്പം വരും, പിടിക്കണ്ട ഇപ്പം വരും. ഇവിടെ മൊത്തം നമുക്ക് തപ്പം. അതിനകത്ത് പോയി. ഇല്ലേ, എന്തുവാ എന്ത് ഗ്രാനി എന്താ വരാത്തത്? ഗ്രാനി ആടുസൈലുണ്ടെന്ന് പറഞ്ഞാൽ പോയി കാണും ഓണത്തിന്. വന്ന് ഗൈസ് വന്ന് വടിയും മേടിച്ചോണ്ട് വന്ന്, പുതിയ വടി. എന്നെയോ ഇന്നോ തിങ്കളാഴ്ച ആവട്ടെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആവട്ടെ, ഇന്നൊന്നും തന്നെ പിടിക്കത്തില്ല എന്നെ തക്കാളി. അപ്പം നമുക്ക് ഇത് കണ്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ഗ്രാനി നമുക്ക് ഗൈസ്. അപ്പുറം വണ്ടി കുറേ പോകുന്ന സൗണ്ട് ഉണ്ട് ഗൈസ്. അത് തന്നെ എൻ്റെ കുറ്റമല്ല ഗൈസ്, അത് ഞാൻ റോഡിൻ്റെ അടുത്തു നിന്നാണ് കളിക്കുന്നുണ്ടാണ് ഇത്ര സൗണ്ട് കേൾക്കുന്നത് ഗൈസ്, ക്ഷമിക്കണം. അതുകൊണ്ട് 2 മിനിറ്റത്തേക്ക് നമ്മൾ വീണ്ടും ഗ്രാനിയെ ഉറക്കിയേക്കാണ് ഗൈസ്. നമ്മൾ പരിപ്പടയും ചായയും കൊടുത്തിട്ടുണ്ട് ഗൈസ് ഗ്രാനിക്ക്. അതുകൊണ്ട് ഗ്രാനി പരിപ്പടയും ചായ തിന്നോളും. നമുക്ക് നോ സീൻ, ഒരു കുഴപ്പം നമുക്കില്ല. കണ്ട ഗൈസ് ഇവിടെ പരിപ്പടയും ചായയും കുടിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതൊന്നും. നമുക്ക് കാക്ക കണ്ട് ഫുഡ് കൊണ്ട് കൊടുക്കുക. എന്ത് കിട്ടുമെന്ന് കാക്ക തരുമോ നോക്കട്ട്. കാക്ക അല്ലാതെ കൊടുത്താൽ കാക്ക നമ്മളെ കാക്കയാക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കതൊന്നും അറിയത്തില്ല. നമ്മളിവിടെ മൊത്തം തുറന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ക്ഷമിക്കണം ഗൈസ്, അടുത്ത് പള്ളിയുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഇത്ര സൗണ്ട് കേൾക്കുന്നത് ഗൈസ്, ക്ഷമിക്കണം ഗൈസ്. നമ്മളെ ഫുഡ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഫുഡ് ഇട്ടെടുത്തിട്ട് നമുക്ക് വീലോ ഏത് സാധനം റിമോട്ട് അതൊക്കെ കിട്ടി ഗൈസ്. നമ്മളത് എടുക്കുന്നില്ല, എനിക്ക് വേണ്ട. ഇവിടെ ഗ്രാനി വരുമോ ഇല്ലയോ? ഇവിടെ ഗ്രാനിയൊന്നും എടുത്തില്ല. ഗ്രാനി നമുക്ക് ഒട്ടും പേടിയില്ല. അതുകൊണ്ട് നോ സീൻ, ഒരു കുഴപ്പം നമുക്ക് ഇതിനകത്തില്ല. നമുക്കിവിടെ അടിയിലോട്ട് പോവാം. ഗ്രാനി വീഴാൻ നമ്മൾ മയക്കിട്ടൊക്കെയല്ലേ വീടെന്താ ഇങ്ങനെ ഗ്രാനി വീഴാനാ? ഇവിടെ നമുക്ക് ഇതെന്തിനാ നമുക്ക് ഇത് ഇവിടെ എല്ലാം കൊണ്ടിടാം. ഇതെന്തിനാ നമുക്ക് ഇവിടെ ഇത് കളയാം. നമുക്കെന്തിനാ ഇത്? ഇവിടെ നമുക്ക് തോക്കെടുത്തിട്ട് നമ്മൾ സ്കൂട്ടർ എടുത്തല്ലേ വീടെന്തോ. അപ്പോൾ നോ സീൻ, ഒരു കുഴപ്പമില്ല. നമുക്ക് പതുക്കെ സമാധാനത്തിൽ കളിച്ചാൽ മതി. നമുക്കിനി നമ്മൾ ഡോർ എസ്കേപ്പ് വേണം. എന്നിട്ട് നമ്മളെ ടാർഗറ്റ് ഡോർ എസ്കേപ്പ് ആണ് കേട്ടോ ഗൈസ്. കാർ എസ്കേപ്പ് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതുകൊണ്ട് ഉറപ്പാണ് ഗൈസ്. അതുകൊണ്ട് ചേട്ടാ നമുക്ക് ഡോർ എസ്കേപ്പ് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡോർ എസ്കേപ്പുള്ള സാധനങ്ങളെല്ലാം കിട്ടണം. ഇനി നമുക്കിനി അപ്പം ഗൈസ് ഇവിടെ നമ്മളെ ഗ്രാനി നോക്കാണ്. നമ്മളെ ഗ്രാനി എവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? ഗ്രാനി വന്നാൽ നമ്മൾ അപ്പഴേ വീഡിയോ കാണും. അതാണ് നമ്മളെ പ്ലാൻ. നമ്മൾ ഇവിടെ ഒന്നും ഗ്രാനിയെ കാണുന്നില്ല. ഗ്രാനി തപ്പാണ് കൈസ്. എന്താ ഗ്രാനി വരാത്ത കൈസ്? ഗ്രാനി ഏത് വരി വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ഗ്രാനി എപ്പം വേണമെങ്കിലും ഏത് വരി വരും. അതൊരു കള്ളക്കളവല്ലേ. കള്ളക്കളവി കള്ളം മാത്രമല്ലേ കാണിക്കൂ. ഏതൊരു നമുക്കങ്ങനെ അറിയാനാ? കണ്ടതാ പറഞ്ഞത്. ഇപ്പം കയറിയെന്നെങ്കിൽ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ചത്ത് പോയേനെ. നമുക്കിനി കട്ടർ വെച്ചിട്ട് നമുക്ക് താഴെ പോയി കട്ട് ചെയ്ത് മണ്ടയിലും കട്ട് ചെയ്യണം. നമ്മൾ ഡോർ എസ്കേപ്പില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ 2 കട്ടിയാണ്. നമ്മൾ ഇന്ന് എസ്കേപ്പ് ആവുമെന്ന് ഉറപ്പുണ്ട്. നമ്മൾ പാട്ട് പണി നമ്മൾ എസ്കേപ്പ് ആയില്ല. ഈ റൗണ്ട് നമ്മൾ എടുത്ത ഈ കളി തന്നെ നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും. അതാ ക്രോസ് ഒക്കെ എല്ലാം എടുത്ത് ഗൈസ്. നമുക്കിനി എന്തുവാണ് നമുക്ക് ഒരു സ്ഥലമായി പോകാണ്ട്. അവിടെ പോയിട്ട് നമുക്കിനി എന്താണ് നമ്മളെ സ്ഥലം ഏതാണെന്ന് എനിക്ക് എൻ്റെ പേര് അറിയത്തില്ല. എവിടെയാണെന്ന് നമ്മൾ ഇവിടെ താഴെ പോകുന്നതാണ്. നമുക്ക് അവിടെ പോവാം. അവിടെ പോയാൽ ഉറപ്പായിരിക്കും എന്തെങ്കിലും ഒരു സാധനം കിട്ടും ഗൈസ്. ഇത് ഇവിടെ നമുക്ക് എന്തുകൊണ്ട് നോക്കാം ഗൈസ്. ചുറ്റിയിലുണ്ട് ഗൈസ്, ചുറ്റിയിട്ട് നമുക്ക് എടുക്കണം. ഇത് വെച്ച് പൊക്കിയേക്കാം. അത് നല്ല വീട് ഗൈസ്. ഗൈസ് കറക്റ്റ് നമ്മളിപ്പോൾ വാക്കാണ് എനിക്കിത്. നമ്മൾ നേരത്തെ താളി നമ്മളിത് കളിച്ചതാണ്. പിന്നെ കുഴപ്പമില്ല. അടുത്ത ഹാമർ കിട്ടിയാണ് നമുക്ക്. ഹാമർ വെച്ച് നമുക്കിത് പൊളിക്കാം. അതെന്തോ ഓക്കെ. ഈ സൗണ്ട് മതിയല്ലേ? നീ ഗ്രാൻഡ് വലിയ സൗണ്ട് കേട്ടാ.
ഇവിടെ എന്ത് കിട്ടും നോക്കാം. മീറ്റ് കാശ്, മീറ്റ് കാശ്, മീറ്റ് കിട്ടി. മീറ്റ് അടുത്ത നമുക്ക് മീറ്റ് കിട്ടി. അടുത്ത നമുക്ക് എൻ്റെ അകത്ത് കയറി നോക്കാം. എൻ്റെ അകത്ത് കയറാം. നമുക്ക് സ്വിച്ച് വെക്കാം. ഓക്കെ, നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ പാവക്കുട്ടിയേ ഉള്ളൂ ഗൈസ്. ഇവിടെ നമുക്ക് ഇപ്പം ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ വെപ്പൻ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ തോക്കിൻ്റെതും പിന്നെ നമ്മളെ ഗ്രാനിയുടെ ഫോട്ടോയും ഉള്ളു. അടുത്ത നമ്മളവിടെ സ്കൂട്ടറെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്തൊക്കെ നമുക്ക് കിട്ടാനുള്ളത്, നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് ചുറ്റി വെച്ച് അടിച്ച് പൊട്ടിക്കണ്ടേ ഗൈസ്. ഇത് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് പാഡ് ലോക്ക് വെച്ച് ഇത് പൊട്ടിക്കണം. നമ്മളെ പാഡ് ലോക്ക് നേരത്തെ ഉണ്ടല്ലോ, നീടെ പാഡ് ലോക്ക് നമ്മളെ കാണത്ത് ഇറങ്ങുന്ന പാഡ് ലോക്ക് നമ്മളവിടെ വെച്ചത്. അവിടെ നമ്മൾ പാഡ് ലോക്ക് കഥറൊക്കെ എടുത്തായിരുന്നു. ആ പാഡ് ലോക്ക് നമുക്ക് ഇവിടെ നടത്തുകൊണ്ട് പോയി അത് ഇറക്കാം. നീല ഇവിടെ നോക്കാം. ഇവിടെ ഗൈസ് പാഡ് ലോക്ക് കിട്ടി ഗൈസ്. ഉണ്ടോ ഗൈസ്? കിട്ടി, പാഡ് ലോക്ക് കിട്ടി ഗൈസ്. നമ്മളിവിടെ ഗ്രാനി എടുത്തുള്ള പരിപാടിയാണ്. ഗ്രാനി വന്നാലേ നമുക്കിനി ഇവിടെ നിന്ന് ഓടാൻ പറ്റും. അഥവാ പെട്ടെന്ന് ഗ്രാനി പ്രതീക്ഷപ്പെട്ടാൽ തീർന്ന് കണ്ട. ഇതൊക്കെ നമ്മളിപ്പോൾ കയറിയായിരുന്നെങ്കിൽ ഗ്രാനി അവിടെ അടിച്ച് നമ്മൾ ഈ വരെ വന്നുകൊണ്ട് ഗ്രാനി പെട്ടെന്ന് വന്നത്. അത് നമ്മൾ ഗ്രാനി നമുക്ക് പറ്റിക്കാം. നമ്മൾ നേരത്തെ ഇവിടെ പറ്റിച്ചതാണ് ഗ്രാനി. നമ്മൾ അടുത്ത ഇതന്നെ ഞാൻ കാർ എസ്കേപ്പ് ചെയ്യുന്നത് ഇങ്ങോട്ട് ഗൈസ്. കാർ എസ്കേപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ഗ്രാനി 2 അഥവാ അല്ലെങ്കിൽ നേരെ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാനി 2ലേക്ക് കടക്കും ഗൈസ്. ഇതുപോലെ എസ്കേപ്പ് ചെയ്താൽ പോരെ. നമുക്കിനി മാസ്റ്റർ കീ കൊണ്ട് മാത്രം മതി. മാസ്റ്റർ കീ കിട്ടിയാൽ നമ്മൾ ഈ കളി ഫിനിഷാണ്. നമുക്ക് ബാക്കി ഇപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. നീ മാസ്റ്റർ കീ അപ്പണം. അതാണ് അവിടെ ഗ്രാനി ഇതാവുന്നു. വാ കയറി വാ ഗൈസ്. നമ്മൾ ഇപ്പോൾ ഒരു കളി പോലും തോറ്റിട്ടില്ല. നമ്മളിപ്പം ഒരു കളിയും നോക്കാതെ നമ്മളെ സാധനമെല്ലാം അടിച്ചിട്ടുണ്ട്. ഈ ഒരു മാസ്റ്റർ കീയുടെ സാധനം മാത്രം മതി നമുക്കിനി. ആ മാസ്റ്റർ കീ നമുക്ക് നോപ്പിക്കണം. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മൊത്തം നോക്കിയിട്ടുണ്ട്. നമുക്ക് ബുക്ക് ഒപ്പിക്കണം. ബുക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ പോയി നമ്മളൊക്കെല്ല ഗ്രാൻഡ്മ ഇറക്കാം. ഒരു ഗ്രാൻഡ്മ ഇറക്കുമ്പം ഗ്രാൻഡ്മ സ്പൈഡർ കീ തന്നിട്ട് പോകുന്നില്ലേ. അപ്പോൾ ഗ്രാൻഡ്മ ബുക്ക് അടയ്ക്കുന്നത് നമുക്കിനി ഇവിടെ നേരെ അവിടെ പോയിട്ട് ഗ്രാനി ഇവിടെ വരുത്തണം. നമ്മൾ വരുമ്പം നമ്മൾ ആ ഒരു പോകുമ്പം ഗ്രാനി അവിടെ കാണത്തില്ല. സുഖമായിട്ട് നമുക്ക് ഗ്രാനിയെ പറ്റിക്കാം. അതാണ് നമ്മളെ പ്ലാന്. ഗ്രാനി ആ ഒരു പോകുന്ന സമയം കൊണ്ട് നമുക്ക് ബുക്ക് കൊണ്ട് വെച്ച് സ്പൈഡർ കീ എടുത്തിട്ട് നമുക്ക് സ്പൈഡറിൻ്റെ അടുത്ത് പോകാം. അതാണ് എൻ്റെ പ്ലാന്. നമ്മൾ ആ ഒരു പോകാന്ന് വെച്ചാൽ അവിടെ ബെല്ലടിക്കുമ്പോൾ ഗ്രാനി തിരിച്ചു വരും. പിന്നെ സീനാവും, മുട്ട സീനാവും, കളി തൂക്കും. നമുക്ക് വിഷയമില്ല. നമുക്ക് കുറേ ഉണ്ട് അതുകൊണ്ട് സീനില്ല. ഗ്രാനി നമ്മളെ കണ്ടിട്ടില്ല. ഗ്രാനി നമ്മളെ കണ്ടിട്ടില്ല. നമുക്കിനി ഗ്രാനി കണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇപ്പം കണ്ട് ഗ്രാനി. നമുക്ക് ഈ ബുക്ക് വെച്ചിട്ട് ഒറ്റ ഓടണം, അല്ലെങ്കിൽ പെടും. നമ്മൾ ബുക്ക് വെച്ചിട്ട് ഓടാം. ഓട്. ബുക്ക് വെച്ചിട്ട് ഓടിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ സ്പൈഡർക്ക് കാണുന്നതായിരിക്കും. നമുക്കിനി തിരിച്ച് അത് കണക്ക് തന്നെ പോകണം. നമുക്കിനി ഇവിടെ ഒന്നുമില്ല. നമുക്കിനി നമ്മൾ തോക്കെടുക്കണം. ക്രോസ് ബോ എടുക്കുക. ഓക്കെ. ക്രോസ് ബോ അതിൻ്റെ നമ്മൾ ഉണ്ടെടുക്കണം. പ്രാക്ടീസ്. ഓക്കെ. നമുക്ക് അമ്മമ്മയെ എവിടെ വരുത്തണോ? അമ്മമ്മയെ വരുത്തി നമുക്ക് പലപ്പോഴും ചായം കൊടുക്കാം. ചായം കൊടുത്ത് കിടന്ന് ഉറങ്ങട്ട്. പാവം ഇവിടെ മൊത്തം ഓടി ക്ഷീണിച്ചതല്ലേ. പാവം കിടന്ന് ഉറങ്ങട്ട്. നമുക്ക് പലപ്പോഴും ചായം കൊടുക്കാം. നമുക്കിനി വല്ല തെല്ലിടണം, അന്നേരം സീനാവും. വല്ല തെല്ലിടുമ്പം ഗ്രാനി വരും. നമ്മൾ തെല്ലിട്ടു. സൗണ്ട് ഇട്ടു. നമ്മളങ്ങനെ തെളിയിട്ടിട്ടുണ്ട്. അതിൻ്റെ സീനില്ല. ഗ്രാനി വന്നാൽ നമ്മൾ പരിപ്പടിയും ചായം കൊടുക്കുന്നതായിരിക്കും. ഗ്രാനി വരട്ടെ. ഗ്രാനി അവിടെ പോയി കിടക്കുന്നു. നമുക്ക് തെളിയിടണം. അത്രേ ഉള്ളു. വേറെ കാര്യമില്ല. നമ്മളെ ഗ്രാനി അമ്മമ്മയെ കാത്തിക്കാൻ നമുക്കിനി. ഗ്രാനി അമ്മമ്മ വരാൻ കുറേ സമയമെടുക്കും. ഗ്രാനി അമ്മമ്മ വെറും വെരി സ്ലോ ആണ്. അതുകൊണ്ട് ഒട്ടും സീനില്ല.
സുഖമായിട്ട് നമുക്ക് കളി ചെയ്യാം. അതുകൊണ്ട് നോ പേടി. ഗ്രാനുമായി കാത്തുനിന്ന് എത്ര സമയം എടുക്കും. ഗ്രാനി വന്ന് ഗൈസ്, നമ്മൾ ഗ്രാനിയെ വെടിവെച്ച് ഗൈസ്. ഗ്രാനിയുടെ സൈഡിലാണ് അടികൊണ്ടത്. പക്ഷേ ഈ ഗ്രാനി തള്ളാച്ചി എന്താ കാണിക്കുക, ഇടയ്ക്ക് കയറി നിൽക്കുക. നമ്മൾ ഇടയ്ക്ക് കയറി നിൽക്കുക. നമ്മളെ ഈ തള്ളച്ചാടം മുഖം അടിച്ച് പൊട്ടിയാന്ന് തോന്നുന്നു. പല്ലും തേക്കത്തില്ല. പരിക്ക് വല്ലാതെ തള്ളച്ചിയുടെ പല്ല്. ഒരു ദിവസവും വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഇവിടെ ഒന്നും ബാത്റൂം ഉണ്ട്, പക്ഷെ ബ്രഷ് ഇല്ല തോന്നുന്നു. ബാത്റൂം നമ്മളെ സൈഡിലുണ്ടല്ലോ. നീ പോയി സ്പൈഡറൊക്കെ എടുത്ത് നമുക്കൊരു ഗ്രാനി അമ്മയുടെ സ്പൈഡറൊക്കെ തട്ടിയെടുക്കാം. സ്പൈഡറൊക്കെ കിട്ടി ഗൈസ്. ഇതിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് കളിയാണ് കളിക്കാൻ പോകുന്നത്. അണ്ടർഗ്രൗണ്ട് മാത്രമേ നമ്മൾ സെർച്ച് ചെയ്യുള്ളൂ. ഇവിടെ ഫുള്ള് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു വകയും കിട്ടിയില്ല ഗൈസ്. നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാസ്റ്റർ കീയുടെ ഒരു കളി മാത്രം മതി. ഇത് നമുക്ക് തുറന്നിട്ട് നമുക്ക് സ്കൂട്ടർ എടുക്കണം. അതിൽ ഉറപ്പാണ് മാസ്റ്റർ കീ കാണുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്കൂട്ടർ എടുത്ത് കളിക്കാൻ പോവാണ്. നമ്മൾ സ്കൂട്ടർ വെട്ട് നടക്കണം. ഗ്രാനി എണീക്കുന്ന സമയം കൊണ്ട് നമ്മൾ കളി ഉറപ്പാണ് ജയിക്കണം. നമുക്കിനി ഇവിടെ തപ്പേണ്ട ആവശ്യമില്ല. നടക്കുന്നത് സ്ക്രൂ ഡ്രൈവർ ഇത്രയുള്ള കാര്യം നമുക്ക് വെട്ട് നോടണം. ഇവിടുന്ന് വെട്ടുന്നപടി നമുക്ക് നമ്മൾ ചിലതിൻ്റെ അമ്മയാണ് വെച്ച് സീനാവുന്നത്. നമ്മൾ ഗ്രാനി പേടിയിലാണ് കളിച്ചു. നമ്മളിനി ഈ സ്പൈഡറിനടുത്ത് നമ്മൾ ഒട്ടും പേടിയില്ലാന്ന് കളിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടും പേടിയില്ലാന്ന് കളിക്കാം. നമ്മൾ ഭയാനകമായ സ്ഥലത്ത് എത്തിയിരിക്കുന്നതാണ് ഗൈസ്. അപ്പം ഇവിടെ മൊത്തം ഇവിടെ സ്പൈഡർ വീടിന് പോകും. അത് എന്നുള്ള പരിപാടിയാണ്. അതാ പോയി ഇത്ര ഓട്ടം നമ്മൾ കണ്ടല്ലേ. ഇതാണ് സ്പീഡ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാത്തിക്കാൻ. നീ സ്പൈഡർ ചേച്ചി നീ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് സ്പൈഡർ ചേച്ചി. ഈ സ്പൈഡർ ചേച്ചിക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. നീ ഇപ്പം വേണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങിയാൽ ലാസ്റ്റേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഇറങ്ങണം. ഈ ഇപ്പം ഇറങ്ങിയാൽ സീനാവും കടന്ന്. ഭയങ്കര കുഴപ്പം. നമ്മളെ കാണുമ്പം എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് ഗൈസ്. അതാ വെച്ച് സീനാണ് ഗൈസ്. നമ്മളെ കളി തോക്കാൻ പാടില്ല. നമുക്കിനി ഇത് ഇവിടെ മൊത്തം തപ്പണം. ഗൈസ് നീ ഗ്രാനിയുടെ അത് പോകുന്നത് കാത്തിക്കണം. നമുക്കിനി വരെ നോക്കാം. ഇപ്പം കണ്ടാ ചിലച്ചോടി ഇപ്പോൾ വരും. എന്തേ ഇപ്പം കണ്ടാ ചിലച്ചോടി വരും. ഭയങ്കര സുഖക്കേടാ. കണ്ടാ ചിലച്ചോടി ഇപ്പം വരും. നമ്മൾ ഇങ്ങോട്ട് പോകണം. അതാണ് ലക്ഷ്യം. അപ്പം അങ്ങോട്ട് നമ്മളേക്ക് അത് വരുന്നത് കടിക്കുന്നത്. ഒറ്റ വീഴുന്നൊക്കെ വീഴും. പിന്നെ നമ്മളെ തീർന്നു. അതുകൊണ്ട് നമ്മൾ നീ അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് കണ്ട് കളിക്കണം. ഇവിടെ ഞാൻ അത് കണ്ടോ? അത് ഇല്ല നോ സീൻ. ഒരു കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഓരോ കുഴപ്പം നമ്മളതിനകത്തില്ല. കണ്ടത് പോയി ഗൈസ്. വീണ്ടും തിരിച്ചു പോവും. കഥാ പറഞ്ഞാൽ വീണ്ടും തിരിച്ചു പോയത് കണ്ടോ ഗൈസ്. അങ്ങനെ ഇവിടെ നോക്കണം. നോക്കട്ടെ. ഗൈസ് ഇല്ല ഗൈസ്. എങ്ങോട്ടാ പോയിട്ടുണ്ട് ഗൈസ്. ഈ നോ പേടി ഇവിടെ ഇല്ല. സോറി ചെളുപ്പാവട്ടെ. എൻ്റെ വിറച്ചാ പോകുന്ന ഗൈസ്. വിറച്ചെന്നാണ് കളിക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കാനുള്ള പരിപാടിയുള്ളൂ. ഇവിടെ എപ്പോഴും കാണും. നമ്മളെ മണ്ടേ ഇല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടായി കാണുന്നത് ഗൈസ്. ഇവിടെ ഡോറുണ്ട് ഗൈസ്. ഇവിടെ തന്നെ ഡോറുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യണോ? എസ്കേപ്പ് വേണ്ട ഗൈസ്. ഇവിടെ ലിവർ കണ്ടുപിടിക്കണം. അതിന് വേറെ 3 കാര്യങ്ങൾ മാത്രം മതി ഗൈസ്. നമുക്കിനി ആര്യ പോയി ഗ്രാനിയെ തപ്പാം. സോറി ഗൈസ്. ഗ്രാനിയുടെ സ്പൈഡറിനെ തപ്പാം. ഇപ്പം കണ്ടാൽ ഓടി ചലിച്ച് വീണ്ടും അതാ വന്ന് ഗൈസ്. നമ്മളിനി ആ വരി ഓടണോ? ആദ്യം അതിൻ്റെ തിരിച്ച് ആരെയും സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ആ വരി ജസ്റ്റ് വന്ന് നമ്മൾ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഭയങ്കര ഓട്ടമാണ്. ഗൈസ് അങ്ങനെ സ്പൈഡറൊക്കെ കിട്ടി ഗൈസ്. നമ്മൾ കളി ജയിച്ച് ഗൈസ്. നമ്മളിനി കളി ജയിച്ച് ഗൈസ്. നമുക്കിനി അമ്മമ്മയ്ക്ക് പരിപ്പും ചായയും കൊടുത്തിട്ട് പോകാം ഗൈസ്. അതാണ് നല്ലത്. ഇപ്പം എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് വരും. നമുക്ക് ഗ്രാനിക്ക് പരിപ്പടയും ചായയും കൊടുക്കണം. പരിപ്പടയും ചായയും ഗ്രാനിക്ക് നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഇടാം. ഇട്ടിട്ട് മണ്ടേ പോയി നമ്മളെ ക്രോസ് ബോ എന്ന് പറഞ്ഞ സാധനമുണ്ട്.
അതെടുത്ത് നമുക്ക് ഗ്രാനിയെ മയക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് പരിപ്പോടെയും ചായയും കൊടുത്തിട്ട് പോവാം. അതിൽ ഒരു മാനിയും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷ വേണ്ടുള്ളത് നമ്മൾ ഇപ്പം ഗ്രാനി വീഴുമെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം വരും ഗൈസ് ഗ്രാനി. ഗൈസ് വരുന്ന ഗൈസ്. ഗ്രാനിയുടെ പാവാട കണ്ടു, വെള്ള അതാണ്ട് വന്നു കുളിക്കാതെ ഇരുന്നുകൊണ്ട് കറുത്ത് പോയി ഗ്രാനി. നമുക്ക് വേണ്ടി ഓടാം. അവിടെ പോയി നമ്മളെ ക്രോസ് ബാർ എടുത്ത് നമുക്ക് ഇടിച്ച് പൊട്ടിക്കണം. പെട്ടെന്ന് ഇവിടെ തറ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ക്രോസ് ബോയ് എടുത്ത് നമ്മൾ ഉണ്ടി എടുക്കണം. സോറി ഗൈസ്, നമ്മളെ ഇഞ്ചക്ഷൻ എടുത്ത് ഗ്രാനി അമ്മമ്മയെ കൊല്ലുക. സോറി ഗൈസ്, മയക്കാം ഗൈസ്. സ്ലീപ്പ് കൊണ്ടെന്ന് പറഞ്ഞാൽ പരിപ്പടം ചായ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പരിപ്പടം ചായ എടുത്ത് നമ്മൾ 3, 2, 1 ഗൈസ് നമ്മൾ അങ്ങനെ രക്ഷപ്പെടും ഗൈസ്. നമ്മൾ ഓടാണ് ഗൈസ്. നമ്മളെ കളി എൻ്റെ ആയിട്ടുണ്ട്. നമ്മളെ തപ്പാണ് ഗൈസ്. അപ്പം നമ്മളെ ടൈറ്റിൽ വന്നിട്ടുണ്ട് ദ എൻഡ് ഗൈസ്. നമ്മളെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടല്ലോ. നമ്മൾ എത്ര വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോ സുഹൃത്തുക്കളെ, ബൈ.